ലോകപരമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ശരീരവും മനസ്സും ഹൃദയവും നിറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയധികം ബലഹീനരായ വിശ്വാസികൾ ഉണ്ടാകുവാൻ കാരണം. എന്നിട്ടും തങ്ങളുടെ ജീവിതത്തിൽ ശക്തിയില്ലാതിരിക്കാൻ കാരണമെന്ത് എന്ന് അവർ ചിന്തിക്കുന്നു. ജീവസന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സമാധാനവും സന്തോഷവും സ്വസ്ഥതയും പ്രാപിക്കുവാൻ സഹായകരമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതെങ്കിൽ മുൻ ദിവസങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണെന്നുള്ള കാര്യം അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ക്രിസ്തുവിശ്വാസിക്ക് നൽകുന്ന അഭൗമികമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് വെറും അറിവല്ല, വിശ്വസിക്കുന്നവർക്ക് ആത്മാവും ജീവനുമായ വചനങ്ങളാകുന്നുവെന്ന് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട് എന്നാകുന്നു ശിഷ്യനായിരിക്കുന്ന പത്രോസ് തൻ്റെ കർത്താവിനോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തം ചെയ്യുന്ന എല്ലാ നന്മകളും അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ തുടർന്ന് നമ്മൾക്ക് ചിന്തിക്കാം. ആകുല ചിന്തയെ അകറ്റുവാനുള്ള മാർഗങ്ങളാകുന്നു വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് മറക്കരുത്. കാരണം മനുഷ്യൻ്റെ എല്ലാം ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. അത് പൗലോസ് കൈകാര്യം ചെയ്യുന്നു. ആദ്യം അവൻ പറഞ്ഞ ഒരു മരുന്ന് ആകുല ചിന്തകൾ വരുമ്പോൾ പ്രാർത്ഥിക്കുക എന്നത്രേ. ശരിയായ പ്രാർത്ഥനയുണ്ടാകുമ്പോൾ ആകുല ചിന്ത പുറപ്പെടുവിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെയും നനവുകളെയും നിയന്ത്രിച്ച് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം അതിൽ നിറയുവാനിടയാകും. രണ്ടാമതായി, ആകുല ചിന്ത വരാതിരിക്കുവാൻ നാം നമ്മുടെ ചിന്തകൾ ശരിയാക്കണം. ചിന്തകൾ ഇവിടെ പൗലോസ് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നൽകുന്നത് നാം കാണുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെയാണ് നാം ചിന്തിച്ചത്. വളരെ ഹൃദയസ്പർശിയായ ഭാഗങ്ങളാണല്ലോ നാം കണ്ടുകൊണ്ടിരുന്നത്. പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. മാത്രമല്ല, നിങ്ങൾ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കണം. അങ്ങനെ ചെയ്യുമെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും എന്നാണ് നാം വായിച്ചത്. ഹൃദയങ്ങളെയും നനവുകളെയും എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും പൗലോസ് വേറൊരു വിഷയത്തിലേക്ക് വരികയാണ്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ഒടുവിൽ സഹോദരന്മാരെ, 3-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ. അപ്പോൾ വാസ്തവത്തിൽ ലേഖനത്തിൻ്റെ മധ്യഭാഗത്ത് പൗലോസ് എത്തിയിരുന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ പൗലോസ് തൻ്റെ ലേഖനം അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. അവസാനമായുള്ള തൻ്റെ ഉപദേശങ്ങൾ ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ പൗലോസ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ ചുരുങ്ങിയ ജീവചരിത്രം ഈ വാക്യത്തിൽ കാണുവാൻ കഴിയും. ക്രിസ്തു സത്യമായവനാണ്. അവൻ വഴിയും സത്യവും ജീവനുമാണ്. സത്യസന്ധമായത് ഘനമായതൊക്കെയും എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നത് പരമാർത്ഥമായതൊക്കെയും എന്നാണ് ശരിയായി വിവർത്തനം ചെയ്യേണ്ടത്. പരമാർത്ഥമായതൊക്കെയും, യേശുക്രിസ്തുവാണ് പരമാർത്ഥി. പിന്നെ പറയുന്നത് നീതിയായതൊക്കെയും, നീതിമാനായവൻ എന്നാണ് യേശുവിൻ്റെ ഒരു പേര് തന്നെ. പിന്നെ പറയുന്നത് നിർമ്മലമായതൊക്കെയും, ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള മനുഷ്യരിൽ നിർമ്മലനായ ഒരേ ഒരു വ്യക്തി യേശു മാത്രമാണ്. നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് കർത്താവ്
ആരോടാണ് ചോദിച്ചതെന്നറിയാമോ? തൻ്റെ ശത്രുക്കളോട്. ആർക്കെങ്കിലും പാപത്തെക്കുറിച്ച് അവന് ബോധം വരുത്തുവാൻ സാധിക്കുമായിരുന്നു എങ്കിൽ അപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ ആർക്കെങ്കിലും കഴിയേണ്ടിയിരുന്നു. കാരണം അവർ അവനെ വെറുത്തിരുന്നു. എന്നാൽ ആർക്കും അതിന് കഴിഞ്ഞില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന്. നമ്മൾ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാനായി സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ യേശു കർത്താവിൽ ഒരു കുറവുമില്ലായിരുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അവൻ പവിത്രനായിരുന്നു, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ എന്ന് എബ്രായ ലേഖൻ വിശദീകരിക്കുന്നത് നാം കാണുന്നു. പിന്നെ പൗലോസ് പറയുന്നത് രമ്യമായതൊക്കെയുമെന്ന് നാം വായിക്കുമ്പോൾ അവൻ കൃപയുള്ളവനായിരുന്നു എന്ന അർത്ഥമാണ് ഇവിടെ കാണുന്നത്. സൽഗുണം, ഇത് ശക്തിയെയും ധൈര്യത്തെയും ആശ്രയിക്കുന്ന കാര്യമാണ്. അവൻ ധൈര്യശാലിയായ വ്യക്തിയും ഒരു യഥാർത്ഥ മനുഷ്യനുമായിരുന്നു. അവൻ നമ്മുടെ മനുഷ്യത്വത്തെ തൻ്റെ മേൽ ഏറ്റെടുത്തു. പിന്നെ നാം വായിക്കുന്നു, പുകഴ്ചയോ അതൊക്കെയും. അവനെ ഇന്ന് നമുക്ക് പുകഴ്ത്തുവാനും ആരാധിക്കുവാനും കഴിയും. മലീമസമായ ഒരു ലോകത്തിലാണ് ഞാനും താങ്കളും ഇന്ന് ജീവിക്കുന്നത്. നമ്മെ തന്നെ അശുദ്ധമാക്കാതെ നമ്മുടെ തെരുവുകളിൽ കൂടി നടക്കുവാൻ പോലും നമുക്കിന്ന് കഴിയില്ല. നമ്മുടെ മനസ്സും കണ്ണുകളും മലിനമായിത്തീരുന്നു. ഈ അശുദ്ധിയെക്കുറിച്ച് താങ്കൾ പ്രയാസപ്പെട്ടിട്ടുണ്ടോ? ലോകജാതിയിൽ ഭൂരിഭാഗവും തങ്ങളെ തന്നെ മലിനത, അശുദ്ധി, അക്രമം എന്നിവ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു ക്രിസ്തുവിശ്വാസി തൻ്റെ സമയത്തെ ഈ ലോകപരമായ അശുദ്ധിയും മലിനതയും അശുദ്ധമായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശക്തി ഉണ്ടായിരിക്കുകയില്ല. ലോകപരമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുകയും ലോകപരമായ കാര്യങ്ങൾ കൊണ്ട് ശരീരവും മനസ്സും ഹൃദയവും നിറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയധികം ബലഹീനരായ ക്രിസ്തുവിശ്വാസികൾ ഉണ്ടാകുവാൻ കാരണമായത്. എന്നിട്ടും തങ്ങളുടെ ജീവിതത്തിൽ ശക്തിയില്ലാതിരിക്കാൻ കാരണം എന്ത് എന്ന് അവർ ചിന്തിക്കുന്നു. നമുക്കിന്നൊരു കൃപാസനത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുവാൻ കഴിയുന്ന ഒന്നിനെക്കുറിച്ച് ചിന്തിപ്പാൻ നമുക്കുണ്ടായിരിക്കണം. ചിന്തിക്കുവാൻ ഉതകുന്ന ചില ചോദ്യങ്ങൾ ഞാൻ പറയാം. ദൈവവചന ധ്യാനത്തിനായി നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതിൽ നിങ്ങൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്? നാം കൊരിന്ഥി ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണത്. ദൈവവചനം ഒരു മുഖക്കണ്ണാടി പോലെയാണ്. അതിൽ നമുക്ക് കർത്താവിൻ്റെ തേജസ് കാണുവാൻ കഴിയും. നിങ്ങൾക്ക് ജീവനുള്ള ക്രിസ്തുവിനെ കാണുവാനുള്ള ഏക മാർഗം ദൈവത്തിൻ്റെ വചനമാണ്. അവനെ കണ്ടു കഴിയുമ്പോൾ വേറെ ഒരു വിശ്വാസത്തിലും നിങ്ങൾക്ക് ലഭ്യമല്ലാത്ത സ്വാതന്ത്ര്യവും വളർച്ചയുടെ അനുഭവവും അവൻ നിങ്ങൾക്ക് നൽകും. നാം നമ്മുടെ മനസ്സിൽ സ്ഥാപിക്കുന്നത് എന്തോ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ. സത്യമായതുകൊണ്ടും മാന്യമായതുകൊണ്ടും നീതിയായതുകൊണ്ടും വിശുദ്ധമായതുകൊണ്ടും സുന്ദരമായതുകൊണ്ടും ആകർഷകമായതുകൊണ്ടും ഹിതകരമായതുകൊണ്ടും ഉത്കൃഷ്ടമായതുകൊണ്ടും പ്രശംസാർഹമായതുകൊണ്ടും നാം നമ്മുടെ മനസ്സിനെ ക്രമപ്പെടുത്തി വെക്കണം എന്ന് പൗലോസ് പറയുന്നു. അങ്ങനെയാകുന്നുവെങ്കിൽ നാമൊക്കെ എത്ര ഭാഗ്യവാന്മാരായിരുന്നല്ലേ? സത്യമായത്, മാന്യമായത്, നീതിയായത്, വിശുദ്ധമായത്, സുന്ദരമായത്, ആകർഷകമായത്, ഹിതകരമായത്, ഉത്കൃഷ്ടമായത്, പ്രശംസാർഹമായത്. അശുദ്ധമായ ചിന്തകളാലും ദിവാസ്വപ്നങ്ങളാലും താങ്കൾ വലയാറുണ്ടോ? അങ്ങനെയെങ്കിൽ ടി വിയിൽ കൂടെയോ സോഷ്യൽ മീഡിയയിൽ കൂടെയോ പുസ്തകങ്ങളിലൂടെയോ മാസികകളിലൂടെയോ സംസാരത്തിലൂടെയോ താങ്കൾ സാധാരണ മനസ്സിൽ കടത്തുന്നത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. വഴിയിൽ കാണുന്ന പരസ്യങ്ങൾ പോലും ദുഷിപ്പിക്കുന്നവയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദോഷകരമായ കാര്യങ്ങളെ പൂർണ്ണമായവ കൊണ്ട് മാറ്റുക. വേറൊരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ചിന്തിക്കുവാൻ ഞാൻ പറയട്ടെ.
ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റ് ദൈവവചനത്തെ നിർവചിക്കുന്നതും കൂടിയാകും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവവചനം സത്യമാകും. നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രത്യേകം കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത് കാണും. ദൈവവചനം ഘനമുള്ളതാകുന്നു. ദൈവവചനം നീതിയാകുന്നു. ദൈവവചനം രമ്യമാകുന്നു, സൽകീർത്തിയാകുന്നു, സൽഗുണമാകുന്നു, പുകഴ്ചയാകുന്നു എന്ന് പറഞ്ഞാൽ ആകുല ചിന്തയില്ലാത്ത ഒരു മനസ്സുണ്ടാകണമെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലതും വിശുദ്ധമായതിലും ചിന്ത കേന്ദ്രീകരിക്കുവാൻ സഹായിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവവചനം നാം എത്രമാത്രം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നുവോ അത്രമാത്രം ആകുല ചിന്തയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് അല്പം പരിശ്രമം ആവശ്യമാണ്, എന്നാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യത്തിൽ ശക്തിയോടെ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തിലെ അജ്ഞതയാണ് ജനങ്ങളെ ആകെ തെറ്റിക്കുന്നത്. ചില ക്രിസ്തു വിശ്വാസികൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നത് വളരെ ദുഃഖകരമാണ്. വിശ്വാസത്തിൻ്റെ ഒരേ കാറ്റിൽ അവർ ആടിപ്പോകുന്നു. ആടി ഉഴലുന്നു എന്നാണല്ലോ പറയുന്നത്. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്ത്യ ജീവിതത്തിൽ വിജയവും ശക്തിയും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ദൈവവചനത്തിൽ കൂടി ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിന് മാത്രമേ താങ്കളെ ശക്തീകരിക്കുവാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞങ്ങൾ സമയമെടുത്ത് ഇത് പഠിപ്പിക്കുവാനായി ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ശാരീരികമായി ബലഹീനനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായി ആഹാരം ആവശ്യമാണല്ലേ? അതേപോലെ ആത്മീയമായി നമുക്ക് ലഭിക്കുന്ന ആഹാരമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചന ധ്യാനത്തിൽ നാം സമയം ചെലവഴിക്കുന്നതിൽ കൂടി മാത്രമേ ആത്മീയമായി വളരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എന്നും ഈ പഠനം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. പ്രയോജനമാകുന്നു എന്ന് പ്രതികരിക്കുന്നതിന് വളരെ നന്ദി. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുന്ന വചനമാണ് നമ്മുടെ ഈ വചനം. അവനെ കാണുവാനുള്ള കണ്ണുകളുണ്ടെങ്കിൽ തിരുവചനത്തിൻ്റെ ഓരോ താളുകളിലും അവനെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. നാം അവനെ കാണേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ വാസ്തവമായി നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണം. ക്രിസ്തുവിൻ്റെ തേജസ് കാണുവാൻ കഴിഞ്ഞാൽ അത് സാധ്യമായി തീരും. ക്രിസ്തുവിനെ ധ്യാനിക്കുകയും ആരാധിക്കുകയും അവനെ പുകഴ്ത്തുകയും ചെയ്യേണ്ടത് ആവശ്യമത്രേ. ഇനിയും 9-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ജീവിതത്തിൽ നിന്നും ആകുല ചിന്ത അകറ്റുവാൻ പൗലോസ് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം 9-ാം വാക്യത്തിൽ ഞാനിപ്പോൾ വായിച്ചതാണ്. അതെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കനുസരിക്കുവാൻ കൊള്ളുന്നതായിരിക്കണം. ഇവിടെ പറയുന്നത് പ്രവർത്തിപ്പീൻ. പ്രവർത്തിപ്പീൻ എന്നതിന് പ്രയോഗിക്കുക അല്ലെങ്കിൽ പ്രായോഗികമാക്കുക എന്ന അർത്ഥമാണുള്ളത്. എൻ്റെ ജീവിതത്തെ അനുകരിക്കുവാനായി സഹവിശ്വാസികളെ ആഹ്വാനം ചെയ്യുവാനുള്ള പ്രാഗൽഭ്യം പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു. മറ്റ് വിശ്വാസികൾക്ക് മാതൃകയായ ജീവിതം നയിക്കുവാൻ അവന് കഴിഞ്ഞു. 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. വിശുദ്ധ പൗലോസ് എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ശ്രമിച്ചിരുന്നത് കൊണ്ടാണ് എന്നെ അനുകരിപ്പീൻ എന്ന് പറയുവാൻ കഴിഞ്ഞത്. നിങ്ങൾ അവിടുത്തെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക അവൻ വെച്ചേച്ചു പോയിരിക്കുന്നു. ഇതാണ് പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പറഞ്ഞത്. അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക. കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട് മുൻപോട്ട് പോകണമെന്നത്രേ എബ്രായ ലേഖന കർത്താവും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ
എബ്രായ ലേഖകൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാം കാണുന്നു. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ജനം ക്രിസ്തുവിനെ അല്ല, വിശ്വാസികളായി നമ്മെയാണ് നോക്കുന്നത് എന്ന് മറക്കരുത്. അവർക്ക് മാതൃകയായി അനുകരിപ്പാൻ കഴിയാത്ത ജീവിതമാണോ നാം ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കണം. പൗലോസ് പറയുന്നത്, എന്നോട് പഠിച്ചും എന്നോട് ഗ്രഹിച്ചും എന്നിൽ നിന്ന് കേട്ടുമുള്ളത് പ്രായോഗികമാക്കുവീൻ എന്ന്. നമുക്ക് പറയുവാൻ കഴിയുമോ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി പൗലോസ് ക്രിസ്തുവിനെ കണ്ടിരുന്നതിനാൽ അവന് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിച്ചതുപോലെ എനിക്കും സാധിക്കുന്നുണ്ട് എന്ന്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കളുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ പവിത്രമായ ഒന്നാണോ? എപ്രകാരമുള്ളതാണ് താങ്കളുടെ ജീവിതം? അതിൻ്റെ എല്ലാ വശങ്ങളും അവൻ പറയുകയാണ്. വിജയകരമായ ഒരു ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരു ജീവിതമായിരിക്കും. അങ്ങനെ മാതൃകാപരമായ ഒരു ജീവിതമാണോ താങ്കൾ നയിക്കുന്നത്? അല്ല എങ്കിൽ ദൈവത്തിൻ്റെ ശക്തിക്കും സഹായത്തിനുമായി ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നേ മതിയാകൂ. വേറെ മാർഗം ഇല്ല എന്നാണ് നാം കാണുന്നത്. ഇനിയും അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നെങ്കിലും അവസരം കിട്ടിയില്ല. പ്രധാനമായും നന്ദി സൂചകമായി എഴുതിയ ഒരു ലേഖനമാണ് ഫിലിപ്പി ലേഖനം എന്ന് ഇതിൻ്റെ ആരംഭത്തിൽ നാം കണ്ടതാണല്ലോ. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ അനുഭവത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. തുടർന്ന് അവൻ അവരുടെ ദാനത്തെ ഓർത്ത് അവർക്ക് നന്ദി പറയുവാൻ പോവുകയാണ്. 2 സംവത്സരമായി ഫിലിപ്പിയിലെ സഭ പൗലോസുമായുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. കാരണം അവർക്കറിയില്ലായിരുന്നു അവൻ എവിടെ പോയെന്ന്. അക്കാലത്ത് ഇന്നത്തെ പോലെ ആശയവിനിമയം നടത്തുവാനായിട്ട് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ. യെരുശലേമിൽ തടവിലാക്കപ്പെട്ടതിന് ശേഷം പൗലോസ് എവിടെ പോയി എന്ന് അവർക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു. പൗലോസിനെ റോമിൽ ഒരു കാരാഗ്രഹത്തിലേക്ക് മാറ്റി എന്ന അറിവാണ് പിന്നീട് അവർക്ക് ലഭിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ പൗലോസുമായി ബന്ധം പുലർത്തുന്നതിനോ അവൻ എന്തെങ്കിലും ഒരു ദാനം അയച്ചു കൊടുക്കുന്നതിനോ കഴിയാതെ പോയതിന് അവർ ക്ഷമാപണം ചെയ്തു. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു എന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് പറയാണ്, മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാതിരുന്നത് കൊണ്ടാണ് എന്നെ സഹായിപ്പാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത് എന്നെനിക്കറിയാം. ഇതത്ര പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. പൗലോസ് എത്രമാത്രം സ്നേഹത്തോടാണ് അവരോട് ഇടപെടുന്നത്. അവരോട് പറഞ്ഞില്ല, നിങ്ങൾ ശ്രമിച്ചതായിരുന്നേൽ കണ്ടുപിടിക്കാമായിരുന്നു, ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയില്ല. ഒരു പരിഭവമില്ല, ഒരു പരാതിയുമില്ല. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്യം. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താൻ ഒരിക്കലും അവരോട് സഹായ അഭ്യർത്ഥന നടത്തിയിട്ടില്ല എന്ന് പൗലോസ് പറയുന്നു. താൻ ഏതവസ്ഥയിലും സംതൃപ്തനായിരിക്കാൻ ശീലിച്ചിരുന്നു. കാരാഗ്രഹത്തിലോ സ്വതന്ത്രനായി പുറത്തോ ഈ വ്യത്യാസം പൗലോസിനെ ബാധിച്ചിരുന്നില്ല. സംഗതികളെല്ലാം ഭംഗിയായും കൃത്യമായും നടന്നാൽ, നാം ശരിയായ സ്ഥാനത്തായിരുന്നാൽ നാം സംതൃപ്തരായിരിക്കുമെന്നാണ് നമ്മിൽ പലരും ചിന്തിക്കുന്നത്. ഈ സംതൃപ്തിക്കായി നമ്മുടെ സാഹചര്യത്തിലും ചുറ്റുപാടിലും ആശ്രയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സംതൃപ്തരായിരിക്കാൻ സാധിക്കില്ല. നമ്മുടെ സംതൃപ്തിയെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും സാഹചര്യമാകും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഏതവസ്ഥയിലും എല്ലായ്പ്പോഴും സംതൃപ്തനായിരിക്കാൻ ശീലിച്ചിരുന്നു. ആരോടാണിത് പറയുന്നത്? അവന് ദാനം അയച്ചു കൊടുത്ത ആ വ്യക്തികളോടാണ് അവനിത് പറയുന്നത്. അവൻ പറയുകയാണ്, എനിക്ക് സംതൃപ്തിയേ ഉള്ളൂ. അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് 12-ാം വാക്യത്തിൽ, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ടനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. പൗലോസ് പറയാണ്, നിങ്ങളുടെ ദാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നിരുന്നാലും സാമ്പത്തികമായി ഏറ്റവും താണ നിലയിലും ഏറ്റവും ഉയർന്ന നിലയിലും ജീവിക്കുവാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. അതെനിക്കറിയാമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്.
ഒന്നുമില്ലാതിരുന്ന പല സന്ദർഭങ്ങളിലും അവൻ സംതൃപ്തനായിരുന്നു. ഒന്നുമില്ലാതിരുന്ന ആ ചുറ്റുപാടിൽ അവന് ധാരാളമായി ഉള്ളതുപോലെ അവൻ ജീവിച്ചു. ഇതൊരു തരം കപടഭക്തി അല്ലേ എന്ന് ചില ആളുകളെങ്കിലും ചിന്തിക്കും. അല്ല, തൻ്റെ ജീവിതത്തിൻ്റെ രീതി അതായിരുന്നു. ചില ആളുകൾ എത്ര ഉണ്ടെങ്കിലും ഇല്ല 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 എന്നേ പറയും. അവർക്ക് എത്ര കിട്ടിയാലും ഇല്ല എന്നേ വരൂ. എന്നാൽ ചില ആളുകൾ എത്ര ഇല്ല എങ്കിലും അവർക്കതൊരു പ്രശ്നമല്ല. ദൈവം നൽകിയ അവസരങ്ങളായി കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോഴും പൗലോസ് തൃപ്തനായിരുന്നു. അപ്പോൾ അത്യാഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആളുകൾക്ക് ഇല്ലാത്തതല്ലല്ലോ പ്രശ്നം, അത്യാഗ്രഹം. എത്ര കിട്ടിയാലും പോരാ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, നാം പഠിച്ചിരിക്കേണ്ട ഒരു ശ്രേഷ്ഠമായ പാഠമാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും സംതൃപ്തമായ ജീവിതം, ദൈവത്തോടുകൂടെ അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നത് അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. ആദായ മാർഗം അറ്റുപോകുമ്പോൾ, വരുമാനം കുറയുമ്പോൾ ദൈവത്തെ ദുഷിക്കുകയും അവനോട് പിറുപിറുക്കുകയും ചെയ്യാറുണ്ട്. ഇസ്രായേൽ ജനം നിരന്തരം കാട്ടിയ ആ വലിയ പാപം അതായിരുന്നു. ഏതവസരത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നതിനും നാം തയ്യാറായിരിക്കേണ്ടതത്രേ. അതൊരു പ്രത്യേക ദൈവകൃപയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. പലപ്പോഴും നാം അങ്ങനെ തയ്യാറാകാതിരിക്കുന്നത് കൊണ്ട് പിറുപിറുപ്പുണ്ടാകുന്നു. എന്തെങ്കിലും ഇല്ല എന്ന ഒരവസ്ഥ വന്നു കഴിയുമ്പോഴേക്കും നാം എന്തുമാത്രം പിറുപിറുക്കും, അങ്ങ് ഡെസ്പറേറ്റ് ആകും. പൗലോസ് പറയും, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. നാം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊങ്ങിയും താണും ദൈവത്തെ സേവിക്കുന്നവരാകരുത്. നാം സാഹചര്യങ്ങൾക്കതീതമായി ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാകണം. ഈ പൗലോസിൻ്റെ മാതൃക നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. അതെ, നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട്? ഈ ആകുല ചിന്തയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ പൗലോസ് പറഞ്ഞു തരുന്ന ഈ മനോഹരമായ പാഠങ്ങൾ നാം കേട്ടുമറക്കുകയല്ല വേണ്ടത്, ജീവിതത്തിൽ അനുവർത്തിക്കുകയാണ് വേണ്ടത്. അതെ, സംതൃപ്തിയുള്ളൊരു ജീവിതം, ഏതവസ്ഥയിലും ദൈവത്തിന് നന്ദി കരേറ്റുന്ന ഒരു ജീവിതം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പലരും ജീവിച്ച ജീവിതം അതായിരുന്നു. അവർക്ക് ധാരാളം ഉണ്ടായിരുന്നു എന്നതായിരുന്നില്ല അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. പിന്നെയോ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിലും അവർ സന്തുഷ്ടരായിരുന്നു, സംതൃപ്തരായിരുന്നു, അത്യാഗ്രഹമില്ലായിരുന്നു. ഇന്ന് തലമുറകൾക്ക് വളരെയേറെയുണ്ട്, പക്ഷേ പിതാക്കന്മാർക്കുണ്ടായിരുന്ന സംതൃപ്തി നഷ്ടപ്പെട്ടു പോയി. താങ്കളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാട്ടെ. ദൈവം തീർച്ചയായിട്ടും ആ ദൈവകൃപ നിങ്ങൾക്ക് നൽകും. ആഗ്രഹിക്കുന്നവരെ അവൻ തൃപ്തിപ്പെടുത്തും എന്ന ദൈവവചനം ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ സമയത്തെ അപഹരിക്കുവാൻ നിരവധി കാര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സമയത്തിൻ്റെ വിലയെക്കുറിച്ച് ചിന്തയില്ലാതെ തങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയേറിയ സമയങ്ങളെ യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യമായ, സത്യമായ, ഘനമേറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത്. ദൈവത്തിൻ്റെ ശബ്ദത്തിനു വേണ്ടി കാതോർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവിടുത്തെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവിടുത്തെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നാകുന്നു ദൈവഭക്തനായ പാട്ടുകാരൻ പാടുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു,
ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.